ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് iOS 17 അപ്ഡേഷന് ശേഷം ഉണ്ടായ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഞാൻ യൂസ് ചെയ്യുന്ന iPhone 14 Pro ആണ്. iPhone 14 Proയ്ക്ക് ആണെങ്കിൽ റീസ്റ്റാർട്ട് ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഹാങ് ആവുന്നു, സഫാരി ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബാറ്ററി ഡീഗ്രഡേഷൻ 94% കിടന്ന ബാറ്ററി പെട്ടെന്ന് 88% ആവുന്നു. പിന്നെ ഫോണാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പോലും ഒരു വാണിംഗും കാണിക്കാതെ ഓവർ ഹീറ്റ് ആവുകയാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആപ്പിൾ സപ്പോർട്ട് കോൺടാക്റ്റ് ചെയ്തു. അവർക്ക് കുറേ മെസ്സേജ് അയച്ചു, അവർ റീപ്ലൈ ഒക്കെ തന്നു. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോളോ അപ്പ് ഒക്കെ നമ്മൾ നോക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഒടുവിൽ നമ്മൾ iTunes ഇൻസ്റ്റാൾ ചെയ്തു. ലാപ്ടോപ്പിൽ iTunes ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ അതിൽ വഴി കണക്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഒടുവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരൊറ്റ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ പറഞ്ഞു അടുത്ത അപ്ഡേഷൻ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ വരും, അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. അങ്ങനെ 17 കഴിഞ്ഞ് 17.1 ആയി, 17.2 ആയി. അപ്പോൾ ഇത്ര അപ്ഡേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു പ്രോബ്ലം സോൾവ് ആവാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ റീസെറ്റ് ഫോർ ഓൾ നെറ്റ്വർക്ക് സെറ്റിംഗ് അടിച്ചു, റീസെറ്റ് ഫോർ ഓൾ സെറ്റിങ്സ് അടിച്ചു. എന്നിട്ടും ശരിയായില്ല. ഒടുവിൽ ലാസ്റ്റിൽ iTunes വഴി തന്നെ ഞാൻ ബാക്കപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 21 days എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കാണിക്കും, 21 ദിവസത്തേക്ക് നിങ്ങളുടെ ബാക്കപ്പ് നിങ്ങളുടെ iCloudൽ ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ അങ്ങ് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ഫോൺ പോലെയായി. പക്ഷേ എൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലും iCloudലും ഉള്ളതിനാൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീറ്റിംഗ് ഇഷ്യൂവോ നിങ്ങളുടെ ബഗ് ഫിക്സ് ആവുമോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ റീസ്റ്റോർ ചെയ്ത് വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഫോണിന് ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുതന്നെയല്ല, നമുക്കറിയാം ഇത്രയും രൂപ കൊടുത്ത് ഫോൺ മേടിക്കുന്ന ആൾ വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല, അത്രയ്ക്ക് കെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്കത് താങ്ങാനും പറ്റത്തില്ല, ആ ഒരു ആപ്പിൾ സീരീസ് യൂസ് ചെയ്ത വ്യക്തിക്ക്. ഓക്കെ, ബൈ, താങ്ക് യു.